ബ്രോ, ആ ഡ്യൂപ്ലിക്കേറ്റ് ചെയിൻ്റെ കഥ അറിയാവുന്നതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു. ഇളയമ വരുന്നുണ്ട്, ഇപ്പൊ ഒരു പണി കൊടുക്കാം. ബ്രോ, ഈ അക്കൗണ്ടിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കണം. ആ അതെ അതെ, നീ പറഞ്ഞ പോലെ എല്ലാത്തിന്റെ ഓരോ ഡ്യൂപ്ലിക്കേറ്റ് അമ്മയെ ഏൽപ്പിക്കണം. ഇവന്റെ ഡ്യൂപ്ലിക്കേറ്റ് പ്രയോഗം എന്നെ കൊള്ളിച്ചാണല്ലോ. ആ ഇതാര്? ഇളയമ്മയാ? ഇളയമ്മ, ഈ ഡ്യൂപ്ലിക്കേറ്റ് എവിടെ വാങ്ങിക്കാൻ കിട്ടും? ഡ്യൂപ്ലിക്കേറ്റോ? അല്ല, ഇളയമ്മയ്ക്ക് ഈ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് നല്ല പരിചയമാണല്ലോ. നമ്മുടെ അക്കൗണ്ട് സെക്ഷനിലെ മുഴുവൻ സ്റ്റാഫുകൾക്കും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഐഫോൺ വാങ്ങിച്ചു കൊടുത്താൽ എന്താന്ന് ആലോചിക്കുക. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ. ബ്രോ, അമ്മയച്ഛനും വരുന്നുണ്ടേ. ഇരിക്കാനന്ദേ, ആനന്ദ്, എല്ലാം റെഡിയല്ലേ? ആ റെഡിയാണ് അച്ഛാ. ഫൈനലായിട്ട് എല്ലാം ഓക്കെ ആണോ എന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്തേക്ക്. ശരി അമ്മ. എല്ലാം കറക്റ്റ് അമ്മേ. എന്നാ പിന്നെ വൈകണ്ട, തൊഴിലാളികളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്ക്. എന്താകില്ലേ? അതെ കൃഷ്ണേട്ടാ. ശരി, ഇപ്പൊ തന്നെ അയച്ചേക്കാം. എന്തു പറ്റി ബ്രോ? എന്തു പറ്റി ആനന്ദ്? ഫണ്ട് ട്രാൻസ്ഫർ ആവുന്നില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നെറ്റ്വർക്ക് കിട്ടുന്നുണ്ടോ നോക്ക്. ഏയ്, നെറ്റ്വർക്ക് പ്രോബ്ലം ഒന്നുമല്ല അച്ഛാ. പിന്നെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുന്നു. പ്രിയങ്കേ, പൊളിച്ച മോളെ നീ. വാട്ട്? അക്കൗണ്ട് ഫ്രീസ് ആയെന്നോ? നമ്മുടെ അക്കൗണ്ട് എങ്ങനെ ഫ്രീസ് ആവും? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, ബ്രാഞ്ചുമായി കോൺടാക്ട് ചെയ്യാനാ മെസ്സേജ്. അരവിന്ദ്, നീ ബ്രാഞ്ച് മാനേജറെ വിളിച്ചതാ? ഹലോ ഹലോ, നമസ്കാരം. ഞാൻ തൃച്ചംബരത്തെ ശിവരാമനാണ്. അതെ, തൊഴിലാളികൾക്ക് ബോണസ് കൊടുക്കേണ്ട ദിവസമായിരുന്നു. തൃച്ചംബരത്തെ 16 കമ്പനികളുടെ അക്കൗണ്ട് നിങ്ങളുടെ ബാങ്കിലാണെന്ന് അറിയാമല്ലോ. അറിയാം സർ. എന്നിട്ട് പിന്നെ നെറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കുമ്പോൾ അക്കൗണ്ട് ഫ്രീസ് ആണെന്നാണ് കാണിക്കുന്നത്. സർ, അത് നോക്ക് മിസ്റ്റർ, ഒന്നും ഇങ്ങോട്ട് പറയണ്ട. തൃച്ചംബരത്തെ അക്കൗണ്ടുകൾ നിങ്ങളുടെ ബാങ്കിൽ തുടർന്ന് പോകണമെന്നുണ്ടെങ്കിൽ 10 മിനിറ്റിനകം നിലവിലുള്ള ബുദ്ധിമുട്ട് മാറി ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയിരിക്കണം. സർ, അത് സോറി. കൃഷ്ണേട്ടാ, ഇവിടെ എന്തൊക്കെയാ നമ്മൾ അറിയാതെ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ ആ അക്കൗണ്ട് എങ്ങനെ ഫ്രീസ് ആകും? അതും ഈ സമയത്ത്. സംതിങ് ഈസ് റോങ് സംവെയർ. ഇന്നലെ വരെ അക്കൗണ്ട് ഫ്രീസ് അല്ലായിരുന്നല്ലോ, ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ. ഇന്ന് ബോണസ് കിട്ടുമെന്ന് എല്ലാ വർക്കേഴ്സും പ്രതീക്ഷയോടെ ഇരിക്കും. കഴിഞ്ഞ 25 കൊല്ലങ്ങളായിട്ട് കൊടുത്തു വരുന്നതാ. അത് മുടങ്ങാൻ പാടില്ല ആനന്ദേ. ഉറപ്പായിട്ടും ഇന്ന് ബോണസ് കൊടുത്തേ പറ്റൂ. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നം കൂടിയാ. ഏതായാലും പ്രിയങ്കയ്ക്ക് ചൂടോടെ ഒരു താങ്ക്സ് പറഞ്ഞേക്കാം. പൂജയുടെ കലാശക്കൊട്ടിന് പുതിയൊരു താളവട്ടം തീർത്തതിന്. നീ അടി മോളെ, തൃച്ചംബരത്തെ പെൺസിംഹത്തെ പേടിപ്പിച്ച പുലിക്കുട്ടി. കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാനാ തോന്നുന്നേ. എടുക്കടി. ഇതെന്ത് പറ്റി? ഫോൺ എടുക്കുന്നില്ലല്ലോ. ഏതായാലും ഒന്നുകൂടെ വിളിച്ചു നോക്കാം.
ഇവളെന്താ ഫോൺ എടുക്കാത്ത? ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. അഖില മാഡം അകത്തുണ്ടോ? ആ ഉണ്ട്. ആ ഇതാരാ പുതിയൊരു കഥാപാത്രം? ഏതായാലും നോക്കിക്കളയാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് സർ, ഞാൻ ബ്രാഞ്ച് മാനേജർ ശ്രീത് മേനോൻ. ഇരിക്കും. താങ്ക് യു. എന്തായി കാര്യങ്ങൾ? കമ്പനിയുടെ കറണ്ട് അക്കൗണ്ട്സ് എങ്ങനെ ഫ്രീസായി? അക്കൗണ്ട് ലോക്ക് ആയതിന്റെ കാരണമാണ് ചോദിക്കുന്നത്. അത് മാഡം ഫണ്ടൊന്നും ട്രാൻസ്ഫർ ചെയ്യേണ്ടെന്ന് കമ്പനിയുടെ MD അറിയിച്ചതുകൊണ്ടാ ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്തത്. വാട്ട്? കമ്പനിയുടെ MD പറഞ്ഞുകൊണ്ട് അക്കൗണ്ട് ഫ്രീസ് ചെയ്തെന്നോ? ഹലോ മിസ്റ്റർ, ഞാനാണ് ഇപ്പൊ MD. ഞാൻ എപ്പോഴാണ് നിങ്ങളോട് അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ പറഞ്ഞത്? അല്ല, ഞാൻ നിങ്ങളെ നേരിട്ട് വന്ന് അറിയിച്ചോ അതോ ഫോണിൽ പറഞ്ഞു? സർ, ഫോണിലൂടെ പറഞ്ഞാലും നേരിട്ട് വന്ന് പറഞ്ഞാലും ഞങ്ങൾ ഫ്രീസ് ചെയ്യില്ല. വ്യക്തമായ രേഖ കിട്ടിയാലേ ഞങ്ങളതിന് തയ്യാറാവും. മാഡം, ഇത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണ്ടെന്ന് കമ്പനിയുടെ MD ഒപ്പിട്ട് തന്ന കത്താ. അമ്മേ, അച്ഛ, ഇങ്ങനൊരു കത്ത് ഞാൻ കൊടുത്തിട്ടില്ല. സർ, വിഷമം തോന്നരുത്. കത്തിലെ കയ്യൊപ്പും ബാങ്കിലെ കയ്യൊപ്പും രണ്ടും ഒത്തു നോക്കിയതിന് ശേഷമാണ് ഞാൻ അക്കൗണ്ട് ഫ്രീസ് ചെയ്തത്. ഇങ്ങനെ ഒരു ലെറ്റർ വന്നാൽ ഫോൺ ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് ഫ്രീസ് ചെയ്താൽ മതിയായിരുന്നല്ലോ. സർ, ഫോൺ ചെയ്തിരുന്നു. 2-3 പ്രാവശ്യം വിളിച്ചിരുന്നപ്പോഴും ഫോൺ ബിസി ആയിരുന്നു. ഫണ്ടിന്റെ കാര്യമല്ലേ, അതാ പെട്ടെന്ന് തന്നെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തത്. ശരി, ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഫണ്ട് ലോക്ക് ചെയ്തിരിക്കുന്നത് മാറ്റിക്കൂടെ? ക്ഷമിക്കണം സർ, അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ആദ്യം തന്ന കത്ത് ഫേക്ക് ആയതുകൊണ്ട് തന്നെ പുതിയ അപേക്ഷ വാങ്ങി രണ്ടും കൂടി ഡൽഹിയിലുള്ള ഹെഡ് ഓഫീസിലേക്ക് അയച്ച് സാങ്ഷൻ വാങ്ങണം. വീണ്ടും അക്കൗണ്ട് ആക്റ്റീവ് ആകണമെങ്കിൽ കുറഞ്ഞത് 12 മണിക്കൂറെങ്കിലും എടുക്കും. അതിന് സാറ് ഇതിലൊരു ഒപ്പിട്ട് തരണം. അക്കൗണ്ട് ആക്റ്റീവ് ആക്കാനുള്ള ഫോമാണ്. മാഡം, കമ്പനിയുടെ അക്കൗണ്ട് എൻ്റെ ബാങ്കിൽ നിന്ന് മാറ്റരുത്. ബുദ്ധിമുട്ടുണ്ടായതിൽ ക്ഷമ ചോദിക്കുന്നു. അക്കൗണ്ട് തൽക്കാലം നിങ്ങളുടെ ബാങ്കിൽ തന്നെ തുടരും. ഈ ഫേക്ക് ലെറ്ററിന്റെ കഥ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുന്നവരെ. കഥ മറിച്ചാണെങ്കിൽ മാനേജറുടെ കസേരയിൽ പിന്നെ നിങ്ങളുണ്ടാവില്ല. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയ പറയുന്നത്. നിങ്ങൾക്ക് പോകാം. ശരി. അമ്മേ, 12 മണിക്കൂറിനുള്ള ആക്റ്റീവ് ആവും. നാളെ ഉറപ്പായിട്ടും ബോണസ് കൊടുക്കാമേ. നോ, ഒന്നും രണ്ടും അല്ല,
കഴിഞ്ഞ 25 വർഷങ്ങളായി ഈ ദിവസം ആ ബോണസ് കൊടുത്തു വരുന്നത്. ഇന്ന് ബോണസ് കയ്യിൽ കിട്ടുമെന്ന് വിശ്വസിച്ചിരിക്കുന്നവരുണ്ട്. ആ വിശ്വാസം ഞാൻ തകർക്കില്ല. വർക്കേഴ്സിന് ഇന്ന് ബോണസ് കൊടുക്കാതെ വിട്ടാൽ അത് തൃച്ചംബരത്തിന്റെ പാരമ്പര്യത്തിന് തന്നെ കളങ്കമാവും. ബോണസ് കൊടുക്കുന്നത് ഒരു ദിവസമല്ല, ഒരു മണിക്കൂർ പോലും താമസിക്കാൻ പാടില്ല. ഇപ്പൊ കൊടുത്തിരിക്കണം ലേബേഴ്സിന് ബോണസ്. അക്കൗണ്ട് മുഴുവൻ ഫ്രീസായ സ്ഥിതിക്ക് തല കുത്തി നിന്നാ പോലും നടക്കില്ല അഖിലാണ്ടേശ്വരി. കല്യാണിക്ക് സിംഗപ്പൂരിൽ നിന്ന് കിട്ടിയ അവാർഡ് തുക 50 ലക്ഷവും പിന്നെ കല്യാണിയുടെ മാസാമാസമുള്ള ബ്രാൻഡ് അംബാസഡറിന്റെ ശമ്പളവും കൂടി ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് വരികയായിരുന്നു. അതെല്ലാം കൂടി ചേർത്ത് വെച്ച് നോക്കുമ്പോൾ കല്യാണിക്ക് ഇന്ന് കോടികളുടെ ആസ്തിയാണ്. കോടീശ്വരി തന്നെ വിളിക്കാം നമുക്ക്. വല്ലുഞ്ഞെ, പറ കല്യാണി. ഞാൻ പറയണത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. സിംഗപ്പൂരിൽ നിന്ന് കിട്ടിയ സമ്മാനത്തുകയും എന്റെ ബ്രാൻഡ് അംബാസഡറിന്റെ ശമ്പളവും ഒക്കെ വെറുതെ ബാങ്കിൽ കിടക്കുകയല്ലേ. ഈ ബോണസ് കൊടുക്കാൻ അത് തികയുമെങ്കിൽ അതെടുത്ത് കൊടുത്തൂടെ വല്ലുഞ്ഞെ? കല്യാണി, ഇതൊരു ചെറിയ തുകയല്ല. കല്യാണിയുടെ ബാങ്ക് അക്കൗണ്ട് ഏതായാലും അതിൻ്റെ ഒരു ഭാഗം പോലും ആവില്ല. അല്ല, ഇതുവരെ നമ്മൾ കൊടുത്ത ഒരു സാലറിയും കല്യാണി അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കല്യാണിയുടെ അക്കൗണ്ടിലെ പണം മതിയാവും ലേബേഴ്സിന് ബോണസ് കൊടുക്കാൻ. അയ്യോ അയ്യോ, ഇവളുടെ കയ്യിൽ ഇത്രയും പൈസയോ? അമ്മേ, വേണ്ട. നീ എന്താ പറയാൻ വരുന്നതെന്ന് എനിക്കറിയാം. നമുക്ക് ആ പണം വേണ്ട. അത് തന്നെ. അമ്മേ, 12 മണിക്കൂറിനുള്ളിൽ ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് ആവുമല്ലോ. അപ്പൊ കല്യാണിയുടെ പണം ഒന്ന് തിരികെ കൊടുത്താ പോരെ? അതെ അകലെ, കുറച്ച് മണിക്കൂറുകളുടെ കാര്യമല്ലേ ഉള്ളൂ. തൽക്കാലം കല്യാണിയുടെ അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ട് നാളെ കമ്പനിയുടെ അക്കൗണ്ട് ആക്റ്റീവ് ആകുമ്പോൾ തിരിച്ചു കൊടുക്കാം. എന്ത് പറയുന്നു? വേണ്ട കൃഷ്ണേട്ടാ, കല്യാണിയുടെ പണം എടുക്കുന്നതിന് എനിക്ക് സമ്മതമല്ല. വേറെന്തെങ്കിലും മാർഗം നോക്ക്. മാഡം, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ഞാൻ ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ ആകെ ഒരു ചെമ്പരത്തി ചെടി മാത്രമായിരുന്നു എന്റെ കയ്യില്. ഇപ്പൊ അക്കൗണ്ടിലുണ്ടെന്ന് പറയുന്ന പണമെല്ലാം ഇവിടുത്തെ പണമാ. അതൊന്നും എന്റേതല്ല മാഡം. ഇന്ന് ബോണസ് കൊടുക്കാൻ കഴിയാണ്ട് വന്നാ അത് ഈ കുടുംബത്തിന്റെ പാരമ്പര്യത്തിന് തന്നെ അപമാനമാവുന്നല്ലേ മാഡം പറയണേ? മാഡത്തിന്റെ അഭിമാനം കാക്കാൻ പറ്റാത്ത പണം എനിക്കെന്തിനാ മാഡം? ഈ പരമ്പരാഗത ചെയിൻ കഴുത്തിലിട്ട് തന്നിട്ട് എനിക്കും ഈ കുടുംബത്തിനും എന്തോ ബന്ധമുണ്ടെന്ന് പറഞ്ഞ മാഡം കല്യാണിയുടെ പണം വേണ്ടെന്ന് പറയുമ്പോ എന്തോ സങ്കടം തോന്നുന്നു. അമ്മേ, 12 മണിക്കൂർ കഴിയുമ്പോൾ മടക്കി കൊടുക്കാമല്ലോ. അമ്മ സമ്മതിച്ച വർക്കേഴ്സിന് ഇപ്പൊ തന്നെ ബോണസ് കിട്ടും. അഖിലേ, ഇനി ഒന്നും ആലോചിക്കാനില്ല. സമ്മതം പറയാം. ശരി കൃഷ്ണേട്ടാ, ബോണസ് ട്രാൻസ്ഫർ ചെയ്തേക്കാം. എല്ലാവരുടെ അക്കൗണ്ടിലേക്കും ബോണസ് എത്തിക്കഴിഞ്ഞു. കല്യാണി, കഴിഞ്ഞ 25 കൊല്ലങ്ങളായിട്ട് നടന്നു വന്ന ഒരു രീതിക്ക്
ഇന്ന് മാറ്റം വരുമെന്ന് ഞാൻ കുറച്ചു നേരം ഒന്ന് ടെൻഷൻ അടിച്ചു. ഈ കുടുംബത്തിന്റെ മാനം കല്യാണി കാത്തു. കല്യാണി, കല്യാണി, ആവശ്യമുള്ള സമയത്ത് ചെയ്യുന്ന സഹായമാ ഏറ്റവും വലുത്. നിന്റെ ഈ നല്ല മനസ്സിന് എന്നും നല്ലതേ വരൂ. താങ്ക് യു കല്യാണി, താങ്ക് യു വെരി മച്ച്. എന്തൊക്കെ കളി കളിച്ചിട്ടും അഖില തലകുനിച്ചിരിക്കുന്നത് കാണാൻ പറ്റിയില്ല. അവളാ, ആ കല്യാണി അവളാ എല്ലാം നശിപ്പിച്ചത്. ഇനി ആദ്യം അവൾക്കാ കുരുക്ക് കയർ ഒരുക്കേണ്ടത്. ഇനി വൈകില്ല കല്യാണി, നീ കരുതിയിരുന്നോ? എന്റെ ഫോൺ ഇങ്ങനെ ഡിസ്കണക്ട് ആയി. ഫോൺ ഡിസ്കണക്ട് ആവാൻ വഴിയില്ലല്ലോ. വെള്ളമില്ലേ? ഇതിലിരുന്ന ഫ്രൂട്ട്സ് ഒക്കെ എവിടെ പോയി? ഈശ്വര, എന്റെ ബാഗ് എവിടെ? അതിലായിരുന്നല്ലോ എന്റെ പേഴ്സും ATM കാർഡ്സും ഒക്കെ. ടിവിയും വർക്ക് ചെയ്യുന്നില്ല. ഇതെന്താ പറ്റേ? ഇവിടെ എന്തോ സംഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഫോൺ ഡിസ്കണക്ട് ആവുകയും TV വർക്ക് ചെയ്യാതെ വരികയൊന്നുമില്ല. ഈശ്വര, പേഴ്സ് കിട്ടാതെ ഞാനിപ്പോ എന്ത് ചെയ്യും? മൈ ഗുഡ്നസ്, ഒരു കാർഡെങ്കിലും കിട്ടിയല്ലോ. ആദ്യം ATM-ൽ പോയി ക്യാഷ് എടുത്തിട്ട് വരാം. എന്നാലും ഇവിടെ എന്തായിരിക്കും സംഭവിച്ചിരിക്കുന്നത്? തുറക്കുന്നില്ലല്ലോ. കഥകാരോ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണല്ലോ.
പൂട്ടിയതുപോലെയാണല്ലോ തോന്നുന്നത്. പുറത്ത് നടന്ന എന്റെ കാർ എവിടെ പോയി? ഈശ്വര, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് അറിയാൻ വയ്യല്ലോ. എങ്ങോട്ടാ? എനിക്ക് എയർപോർട്ട് ഓട്ടോ ഉള്ളതാ, വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ആദ്യമേ പറഞ്ഞേക്കാം. ചേട്ടാ, അടുത്തൊരു ATM വരെ പോയാ മതി. ആ ശരി, കേറ്. ആ